വർക്കല താലൂക്ക് ആശുപത്രിയുടെ പ്രവർത്തനം സ്വകാര്യ ആംബുലൻസ് ഡ്രൈവേഴ്സ് തടസ്സപ്പെടുത്തുന്നതായി വ്യാപക പരാതി. ആശുപത്രിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്ന രീതിയിലുള്ള ഡ്രൈവേഴ്സിന്റെ ഇടപെടൽ രോഗികൾക്കും ജീവനക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്നാണ് പരാതി. അപകടങ്ങളിൽപ്പെട്ടെത്തുന്ന രോഗികളെ ഡോക്ടേഴ്സും ജീവനക്കാരും പരിശോധിക്കുമ്പോൾ സഹായത്തിനെന്ന പേരിൽ ഡ്രൈവേഴ്സ് കടന്നുകയറുന്നതായി പരാതിയുണ്ട്. ഇത് ചികിത്സാ നടപടികളെ ബാധിക്കുന്നുവെന്നതാണ് പ്രധാന ആരോപണം. രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും വിശ്രമിക്കാനായി ഒരുക്കിയിട്ടുള്ള ഇരിപ്പിടങ്ങൾ പകൽ സമയങ്ങളിലും രാത്രിയിലും ഡ്രൈവേഴ്സ് കയ്യേറുന്നതായും നാട്ടുകാർ പറയുന്നു. അതായത് പുറത്തുള്ള പ്രൈവറ്റ് ആംബുലൻസിൻ്റെ ഡ്രൈവർമാർ ഹോസ്പിറ്റലിനകത്ത് കയറുകയും രാത്രിയോ പകലോ ഒന്ന് വേർതിരിവില്ലാതെ കയറി വന്ന് മറ്റുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഇരിപ്പിടം തട്ടിയെടുത്ത് എന്നോണം അവരവിടെ ഇരുന്നിട്ട് പിന്നെ അവരുടെ തന്നെ ആംബുലൻസിൽ കൊണ്ടുപോകാനുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇനി അതിനൊരു പരിഹാരം കണ്ടെത്തിയേ തീരൂ. കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിനായിട്ട് ഇറങ്ങും. കിലോമീറ്ററുകൾ സൗജന്യമായി ഓടുന്ന 108 ആംബുലൻസ് ആശുപത്രിയിൽ സജ്ജമായിരിക്കുമ്പോഴാണ് രോഗികളെ സ്വകാര്യ ആംബുലൻസുകളിലേക്ക് മാറ്റാൻ ഡ്രൈവേഴ്സ് മത്സരിക്കുന്നത്. ഇതിന് ചില ആശുപത്രി ജീവനക്കാരുടെ ഒത്താശ ലഭിക്കുന്നുണ്ടെന്നും ആരോപണമുണ്ട്. അപ്പം ഇത് വരുന്ന രോഗികൾക്കും പല ജീവനക്കാർക്കും അതുപോലെ തന്നെ രോഗിയുടെ കൂടെ വരുന്ന ബൈസ്റ്റാൻഡർമാർക്ക് ഇവർക്കെല്ലാം ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു കാര്യം തന്നെയാണ്. ആശുപത്രിയുടെ നല്ല നടപ്പിനും ഇത് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ പരാതികൾ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ളവർക്കും മന്ത്രിക്ക് കൊടുത്തിട്ട് പോലും ഇതിന് പരിഹാരം ഉണ്ടായിട്ടില്ല. പല പ്രാവശ്യം ഈ ആംബുലൻസ് ഡ്രൈവർമാരും ഈ വരുന്ന പേഷ്യൻസിൻ്റെ ബൈസ്റ്റാൻഡർമാരുമായിട്ടൊക്കെ വാക്ക് തർക്കങ്ങളും കയ്യാങ്കളിയിലും വരെ എത്തിയിട്ടുണ്ട്. അതിനൊക്കെ പോലീസ് കേസ് ആയിട്ടുണ്ട്. അങ്ങനെ നിരവധി സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിൽ പോലും ഇതിനൊരു പരിഹാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. സ്വകാര്യ ആംബുലൻസ് ഡ്രൈവർമാരുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കണമെന്നും ആശുപത്രിയിലെ സമാധാന അന്തരീക്ഷം തിരികെ കൊണ്ടുവരണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. നടപടി വൈകിയാൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് പൊതുപ്രവർത്തകരുടെ തീരുമാനം. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.